ഞാൻ ഇപ്പോൾ കളരി ക്ലാസ്സിലൂടെ ഇനി ബാക്കിയുടെ അവിടെ വെച്ചിട്ട് കാണാം. ബൈ. അപ്പോൾ നമ്മൾ അഫുവിൻ്റെ കളരി ക്ലാസ്സിന് പോവുകയാണ്. ചൊവ്വയും വ്യാഴമാണ് അവന് ക്ലാസ് ഉള്ളത് 7 to 8 PM വരെ. അപ്പം ഇതാ അവരൊരു പേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഫിറ്റ്നസ് ഫാം എന്ന് അടിച്ചു കൊടുത്താൽ മതി ഇൻസ്റ്റാഗ്രാമിൽ. പിന്നെ ഇതാണ് അവരുടെ പേജ്. എല്ലാത്തരം ഫിറ്റ്നസ്സും ഇവിടെ അവൈലബിളാണ്. അപ്പം ആർക്കെല്ലാം താല്പര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേജിൽ പോയിട്ട് അവർക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ ഈ പേജ് മെൻഷൻ ചെയ്യാം. നമുക്ക് ഫിറ്റ്നസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും ഇവരെ കഠിനാധ്വാനം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ ജമ്പ് ചെയ്യുന്നതാണ് സിദ്ധു സാറ്, അഫുവിൻ്റെ സാറ്. ഇവരുടെ എഫേർട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമാണ് അല്ലേ. എത്രത്തോളം അവർ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് അവരെത്ര അധ്വാനിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സാറ് ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും. അഫുവിന് ഭയങ്കര ഇഷ്ടമാണ് സാറ്. എന്നോട് വന്നിട്ട് ഇങ്ങനെ പറയും, ഉമ്മ എൻ്റെ സാറ് ഇങ്ങനെ ആക്കിനെ അങ്ങനെ ആക്കിനെ എന്നെല്ലാം പറയും. ഇത് ഇവർ ഓണത്തിന് ഇവിടെ നമ്മുടെ ബാംഗ്ലൂരുണ്ടായ ഒരു പ്രോഗ്രാമാണ് ഇവരെ കളരിയുടെ. നമ്മൾ പിന്നെ എത്തുമ്പോഴത്തേക്കും കുറച്ച് ലൈറ്റായിട്ടുണ്ടായിരുന്നു ഇന്ന്. പിന്നെ അപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഇവരെ ഈ ഒരു സൈഡ് ഇവു വന്നു കഴിഞ്ഞാൽ അവൻ്റെ പ്ലേ ഏരിയ ആണത്. പിന്നെ ഇതാ സാറ് പിന്നെ അടിപൊളിയായിട്ടാണ് കുട്ടികളെ ടീച്ച് ചെയ്യുന്നത്. പിന്നെ അഫുവിന് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഈ ക്ലാസ്സിന് വരാൻ വേണ്ടി. ഒരു ദിവസം അവന് തെറ്റിയിട്ടുണ്ടെങ്കിൽ അവന് കരച്ചിൽ തുടങ്ങും. പിന്നെ മഴയാണെങ്കിലും അവൻ എങ്ങനെയെങ്കിലും എത്തണം. അവനക്ക് അത്ര ഇൻട്രസ്റ്റാണ് ഇത്. പിന്നെ ബാംഗ്ലൂരുള്ള ആർക്കെങ്കിലും ഇതിൽ ചേരണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ താഴെ അവരെ പേജ് മെൻഷൻ ചെയ്യുക. നിങ്ങൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ. ഇതിപ്പോൾ കളരി മാത്രമല്ല, പിന്നെ കരാട്ടെ ഉണ്ട്, ഫിറ്റ്നസ്സിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ഇവർക്കുണ്ട്. ഓരോരോ ബാച്ചസ് ആയിട്ടാണ് ഉള്ളത്. പിന്നെ ഇത് കുംഫു മാസ്റ്ററാണ്. പിന്നെ കരാട്ട അല്ല കേട്ടോ, സോറി, എന്താ പറയുക, ബോക്സിങ്ങിൻ്റെയാണ്. പിന്നെ എന്താ പറയുക, സാറിൻ്റെ എല്ലാം എനിക്കും ഭയങ്കര അത്ഭുതമായിട്ടുണ്ട് കേട്ടോ. സാറ് ഇത് ആ ജമ്പിങ്ങിൽ ഇങ്ങനെ എയറിൽ നിൽക്കുന്ന പോലെയാണ് സാറെ ക്ലാസ്സെല്ലാം. നമുക്കിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും സാറെ ക്ലാസ് കാണുമ്പോൾ. പിന്നെ അത്രക്കും നല്ല പിന്നെ എനിക്ക് തോന്നില്ല അതർ ജിമ്മായിക്കോട്ടെ, എല്ലാത്തിനും അതിൻ്റെതായ എഫേർട്ട് ഉണ്ട്. എന്നാലും കളരി നമ്മുടെ മർമ്മം അറിയുന്നൊരു സംഭവമാണല്ലോ. എനിക്ക് കളരിയെ കുറിച്ചൊന്നും അങ്ങനെ പറയാനറിയില്ല. പിന്നെ പറഞ്ഞിട്ട് ഞാനത് അതിൻ്റെ ഒരു ഇത് കളയുന്നില്ല. പിന്നെ എനിക്ക് ആകെ അറിയില്ല, എൻ്റെ ഉപ്പ കളരിയായിരുന്നു, കുരുക്കളായിരുന്നു എൻ്റെ ഉപ്പ. പിന്നെ ഉപ്പാക്കും ഇതുപോലെ കളരി കുറേ സ്റ്റുഡൻസ് എല്ലാം ഉണ്ടായിരുന്നു. ഉപ്പ കളരി പഠിപ്പിക്കാറുണ്ടായിരുന്നു. എന്നോട് എൻ്റെ കെട്ടിയവൻ ചോദിക്കാറുണ്ട്, നീ ചേരുന്നോ, നിൻ്റെ രക്തത്തിലുണ്ടല്ലോ കളരി എന്നെല്ലാം. എനിക്കെന്താ അറിയില്ല, ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കെന്തോ ഒരു ഭയങ്കര ഇഷ്ടമാണ് കളരി. ഇതെൻ്റെ മോൻ പുതിയതായി കണ്ടുപിടിച്ച കുറേ ആക്ടിവിറ്റീസാണ്. 6 to 7:30
8 o'clock വരെ ആവും വരെ ക്ലാസ്. അപ്പോൾ ആ ടൈം ആയതുകൊണ്ട് ഞങ്ങൾ പ്രയറിൻ്റെ എല്ലാം ടൈമാണല്ലോ. അപ്പോൾ ആ ടൈമിൽ എനിക്ക് പോകാൻ പറ്റാറില്ല. എനിക്കിഷ്ടമാണ് ഈ ക്ലാസ്സിനെല്ലാം പോകാൻ വേണ്ടിയിട്ട്. കാരണം സമയം പോകുന്ന അറിയില്ല. നല്ല രസമാണ് ക്ലാസ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ എല്ലാം എത്തുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും നമ്മളെ ഹെൽത്തെല്ലാം ഇവരെ ഓരോ മേവഴക്കം കാണുമ്പോൾ ഞങ്ങളെ കൊണ്ടെല്ലാം അത് പറ്റുമോ എന്നെല്ലാം വിചാരിക്കും. സാറെല്ലാം ഞങ്ങൾ ചെറുത് മുതലേ കുട്ടികളെ ഈ കളരിക്ക് ചേർക്കുന്ന ഇത്രയും നല്ല വേഗം വഴങ്ങുമെന്ന് പറയുന്നതൊക്കെ അവരുടെ ബോഡിയെല്ലാം ഫ്ലെക്സിബിൾ ആവുമെന്ന് പറയുന്നത് കേൾക്കാം. കണ്ടോ ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഒരു പേടിയൊന്നും ഉണ്ടാവില്ല. നല്ല ആക്റ്റീവ് ആവും കുട്ടികൾ. കണ്ടോ ഇവൻ്റെ കുരുത്തക്കെടുണ്ട്. അപ്പോൾ കയറുമ്പോൾ താഴെ കിടന്നിട്ട് ഇങ്ങനെ ആട്ടുക അവന്. ഇവന് ഏറ്റവും ഇഷ്ടം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മണ്ണ് കളിക്കാനാണ്. കാരണം ഞങ്ങളെ ഫ്ലാറ്റിൻ്റെ അടുത്തൊന്നും നല്ല മണ്ണൊന്നുമില്ല. അറിയാലോ ഫ്ലാറ്റ് ലൈഫെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ. മണ്ണിൽ കളിക്കാനും നമുക്ക് നാട്ടിലെ പോലെ ധൈര്യത്തിൽ വിടാൻ പറ്റില്ല. കാരണം അധികമൊരു പിന്നെന്താ പറയുക ഞങ്ങളെ പോലത്തെ നല്ലൊരു നമ്മളെ നാട്ടിലെ പോലത്തെ മണ്ണൊന്നും ഇതില്ലല്ലോ. ഇവിടെ നല്ല ഇങ്ങനെ പൂയെല്ലാം നിരത്തിയോണ്ട് അതിന് ഭയങ്കര ഇഷ്ടം ഇവിടെ വന്നിട്ട് മണ്ണോണ്ടെല്ലാം കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അഫു കംപ്ലീറ്റ് പഠിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.